ഇന്ന് നടത്തേണ്ടിയിരുന്ന ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ടെക്നിക്കൽ ചർച്ച ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇറാനാണ് ഈ ഒരു ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്കറിയാം അമേരിക്ക ഏത് അവസ്ഥയിലാണ് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അതിന് തിരിച്ചു കൊടുക്കുന്ന മറുപടിയും നമ്മൾ കണ്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചർച്ച ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചർച്ച ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു വിവരം ഇന്നലെ രാത്രി തന്നെ വന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് യുദ്ധത്തിലോട്ട് മാറും. വീണ്ടും ഈ ഡീലൊക്കെ വെറുതെ പറഞ്ഞ പോലെ തന്നെ ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല, അതുകൊണ്ട് ഈ ഡീൽ മുന്നോട്ട് പോകുന്നില്ല, ഈ കംപ്ലീറ്റ്ലി ഇത് സ്റ്റോപ്പ് ചെയ്ത് ഒരു യുദ്ധത്തിലോട്ട് തന്നെ വീണ്ടും കിടക്കും എന്നായിരുന്നു എല്ലാ ആളുകളും വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ട പിന്നിൽ മറ്റൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. ആക്സിയോസ് ആണ് ഈ 2 വാർത്തകളും പുറത്തുവിട്ടിട്ടുള്ളത്. രണ്ടാമത്തെ വാർത്തയിൽ വരുന്നത് ഇറാൻ അമേരിക്ക മറ്റൊരു ചർച്ച നാളെ കഴിഞ്ഞ് ഖത്തറിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ചർച്ചയിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അമേരിക്ക അതുപോലെ തന്നെ ഇറാൻ മ്യൂച്വലി ഒരു എഗ്രിമെൻറ്റിലോട്ട് വരും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യത്തിൽ. നമുക്കറിയാം 14 ഇന ചർച്ചയുടെ ഭാഗമായിട്ട് 14 ഇന പോയിന്റുകളിലെ ക്ലോസുകളാണ് ഈ ഒരു ഡീലുള്ളത്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മറ്റന്നാൾ ഖത്തറിൽ വെച്ചിട്ടാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. US ആൻഡ് ഇറാൻ അഗ്രീഡ് ടു ഹാൾട്ട് മ്യൂച്വൽ അറ്റാക്സ് ഇൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പ്ലാൻ ടോക്ക് ഇൻ ദോഹ ട്യൂസ്ഡേ. അതായത് ഈ താൽക്കാലികമായിട്ട് 2 ദിവസം, ഇപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു പരസ്പരമുള്ള അടികൾ അവർ മാറ്റിവെച്ച് തൽക്കാലം ആക്രമണങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ കഴിഞ്ഞ് ഈ ഒരു ചർച്ചയിലോട്ട് പങ്കെടുക്കും. ഈ ഒരു ചർച്ചയുടെ കംപ്ലീറ്റ് അജണ്ട എന്ന് പറഞ്ഞത് ഹോർമോസ് കടലിടുക്കിന് ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുന്നതായിട്ടാണ് അമേരിക്കയും ഇറാനും പരസ്പരമുള്ള ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അമേരിക്ക സീസ് ഫയർ ഇറാൻ ലംഘിച്ചു എന്നും പറഞ്ഞിട്ടാണ്, അതായത് ഇറാൻ 2 കപ്പലുകളെയാണ് ഹോർമോസിന് അടിച്ചിട്ടുള്ളത്. അതിനുള്ള റീസൺ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു 14 ഇന ക്ലോസിലെ 5ാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. ഈ ഇറാനാണ് കംപ്ലീറ്റ് ഹോർമോസിൻ്റെ കൺട്രോൾ ഇറാൻ്റെ കയ്യിലാണ് ഉണ്ടാകുക എന്നുള്ളത്. ആ ഒരു ക്ലോസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇറാൻ്റെ ഒരു എന്താ പറയുക ഫോർവേഡ് മെസ്സേജ് കിട്ടാണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ നേവിയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ ഇല്ലാണ്ട് ഒരു കപ്പലുകളും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്രോസ് ചെയ്തതാണ് ഈ ഒരു ക്ലോസ് 5ൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് മറികടന്നുകൊണ്ട് മറ്റൊരു കപ്പൽ പാതയിലൂടെ പോകാൻ ശ്രമിച്ചിട്ടുള്ള കപ്പലുകളാണ് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലോസിൻ്റെ ഭാഗമായിട്ട് ഈ കപ്പലുകളാണ് ആക്ച്വലി ഇതിനെ സ്ട്രേറ്റ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി, അമേരിക്കൻ മിലിറ്ററിയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ ഒരു പാസേജ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. അവിടെ സീസ് ഫയർ അല്ലെങ്കിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം അതിലെ ക്ലോസുകളെ പൂർണ്ണമായിട്ട് ലംഘിച്ചിട്ടുള്ളത് അമേരിക്കൻ മിലിറ്ററിയും അമേരിക്ക ഈ കപ്പലുകൾക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ടുമാണ്. ഇറാൻ അതിനാണ് തിരിച്ചടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗം വളരെ സ്ട്രോങ് ആണ്. ഇറാൻ ഇനിയും അടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏകദേശം 70% കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അത് കംപ്ലീറ്റ്ലി വെട്ടിച്ചുരിച്ച് ഏകദേശം 30% വീണ്ടും ഡൗൺ ആയിട്ടുണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ക്രോസിങ്. കാരണം ഈ 2 ദിവസത്തെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇപ്പം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ക്രോസിങ്ങിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഖത്തറും ബാക്കിയുള്ള ആളുകളും വീണ്ടും സംസാരിച്ചിട്ട് അമേരിക്കയും ഇറാനും കൂടെ ഒരുമിച്ച് ഒരു ചർച്ചയുടെ മറ്റൊരു ചർച്ച, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യം മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഖത്തറിലോട്ട് വിളിച്ചത്. വളരെ വ്യക്തമാണ്, ഇറാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറ്റടികളൊക്കെ ഓക്കെ, അതിന് പകരം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക മാത്രമല്ല ലോകരാജ്യങ്ങൾ മൊത്തം അമേരിക്കയ്ക്ക് എതിരാകും ചെയ്യും, അമേരിക്ക പെട്ടുപോകുകയും ചെയ്യും. അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാനെ എതിർത്ത് തോൽപ്പിച്ച് നിൽക്കാനുള്ള ഒരു പവറും അമേരിക്കയ്ക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അമേരിക്കയുടെ വലിയ അർമഡാസൊക്കെ അങ്ങ് കിടക്കുന്നത് 2000 കിലോമീറ്റർ അപ്പുറത്ത്. ആ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമേരിക്ക തന്നെ ഖത്തറിനെ മുൻനിർത്തിയിട്ട് ഈ ഒരു ചർച്ചയ്ക്ക് ഇറാനെ വിളിച്ചതാണ്. ഇറാൻ ആ ഒരു ചർച്ചയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, വരാം എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ 2 ദിവസം, അതായത് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് നാളെ മറ്റൊരു ആക്രമണങ്ങളും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടെ ഇറാൻ കൊടുത്തിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് തന്നെ ഇറാൻ്റെ IRGCയുടെ സൈഡിൽ നിന്ന് മറ്റൊരു പ്രസ്താവനയും കൂടെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് കൺട്രോൾ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ ക്രോസ് ചെയ്ത ഒരാൾക്കും അതിലൂടെ പോകരുത്, ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമുള്ള പാസിംഗ് മാത്രമേ അതിലൂടെ സാധിക്കാവൂ എന്ന് ഇറാൻ ഒരു പ്രസ്താവന ഇന്നലെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ വരുന്ന അവരുടെ ബന്ധത്തിൽ റിലേഷനിൽ വരുന്ന വിള്ളലുകളെ പറ്റി വ്യക്തമായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പം കൂടുതലായിട്ട് ഇപ്പം ന്യൂസുകൾ ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നലെ വന്ന മറ്റൊരു ന്യൂസാണ്, ആക്സിയോസിൽ തന്നെ വന്ന ന്യൂസാണ്. ദ റിപ്പബ്ലിക്കൻ പാർട്ടി ഈസ് സ്റ്റേറ്റിംഗ് ടു ടേൺ ഓൺ ഇസ്രായേൽ. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി കംപ്ലീറ്റ്ലി ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ആക്സിയോസിലെ വാർത്താക്കുറിപ്പാണ് ഇട്ടത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ചൂണ്ടിക്കാണിക്കുന്നതാണിത്. ഇസ്രായേലിൻ്റെ പരമ്പരാഗതമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി നൽകി പോരുന്ന ഉറച്ച പിന്തുണയിൽ വിള്ളലുകൾ വീണ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങളായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഇസ്രായേലിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയിരുന്നത്, എന്നാലും ഗസയിലെ ഇസ്രായേലിൻ്റെ യുദ്ധവും പ്രധാനമന്ത്രി നെതന്യാഹു ട്രംപും തമ്മിലുള്ള വിയോജിപ്പുകളും
പാർട്ടിക്കുള്ളിൽ ഇസ്രായേലിനെതിരെ സംശയം വർദ്ധിപ്പിച്ചു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള റിപ്പബ്ലിക്കന്മാർക്കിടയിലാണ് അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയ്ക്ക് മുൻഗണന വാദിക്കുന്ന യഥാസ്ഥിതികർക്കിടയിലുമാണ് ഈ മാറ്റം കാരണമാക്കുന്നത്. അതായത് അമേരിക്ക ഫസ്റ്റ് ആവണമല്ല, അമേരിക്കക്കാരാണല്ല, അത് കഴിഞ്ഞിട്ട് ഇസ്രായേലും ബാക്കി എല്ലാ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന യൂത്താണ്, റിപ്പബ്ലിക്കൻ പാർട്ടിൻ്റെ യൂത്താണ് ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവന്നിട്ടുള്ളത്. റിപ്പബ്ലിക്കൻ നേതാക്കളിൽ ഭൂരിഭാഗവും ഇവാഞ്ചലിക്കൽ വോട്ടർമാരാണ്. ഇപ്പോഴത്തെ ഇസ്രായേലിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് ഇവാഞ്ചലിക്സ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ പൊതുവെ ഇസ്രായേലിനുള്ള പിന്തുണ കുറഞ്ഞു വരുന്നതായിട്ടുള്ള സർവേകൾ പറയുന്നത്. ഈ റിപ്പബ്ലിക്കൻ നേതാക്കളിൽ പലരും ഇപ്പോഴും ഇവാഞ്ചലിക്സാണ്. അവർ ഭയങ്കരമായിട്ട് തീവ്ര ചിന്താഗതികളിലാണ്. അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിലും ഇപ്പം പുതുതായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂത്ത് ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ആക്സിയോണിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു ചർച്ച എപ്പോഴും അവിടെ ഏറ്റവും അമേരിക്കയിലെ ഒരുവിധ എല്ലാ പത്രങ്ങളിലും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ 1-2 വാർത്തകൾ കാണിച്ചത് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള വാർത്തകളാണ്. ഇപ്പം പ്യൂർ റിസർച്ച് സെൻ്ററിൻ്റെ ഒക്കെ ഒരു വാർത്ത വന്നിരുന്നു. അത് ഏപ്രിലിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്നിട്ട്, അതായത് നാറ്റീവ് വ്യൂസ് ഓഫ് ഇസ്രായേൽ നെതന്യാഹു കണ്ടിന്യൂ ടു റൈസ് എമംഗ് അമേരിക്കൻ എസ്പെഷ്യലി യങ് പീപ്പിൾ. ഇതിൽ പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് യൂത്ത് ഇസ്രായേലിന് എതിരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നെതന്യാഹുവിനെതിരെ തിരിയുന്നുണ്ട്. അവരുടെ ഒരു സർവേ റിപ്പോർട്ടാണ് ഈ വെച്ചിട്ടുള്ളത്. അതായത് 2022 ഒരു ചാർട്ട് വെച്ചിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞുതരാം. 2022 55% ആളുകൾ ഇസ്രായേലിനെ ഫേവറബിളായിട്ട് ചിന്തിച്ച ആളുകളായിരുന്നു. ആ സെയിം കണക്ക് ഇപ്പോൾ 2026 വരും 37% ഇത് കുറഞ്ഞിട്ടുള്ളത്. അതായത് ഇസ്രായേലിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ പെർസെൻറ്റേജ് 55% മേലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ട് ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിനെ ഇഷ്ടപ്പെട്ട ആളുകളുടെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, 37% മാറിയിട്ടുണ്ട്. അപ്പം ഏകദേശം 53% അല്ലേ, 63% ആളുകളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ് ഇപ്പം അമേരിക്കയിലുള്ളത് എന്നാണ് പ്യൂ റിസർച്ച് സെൻ്ററിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല നെതന്യാഹുവിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം കൂടെ ഈ ഒരു സർവേയിൽ വരുന്നുണ്ട്. നെതന്യാഹുവിനെ പറ്റിയിട്ടുള്ള ഈ ഒരു സർവേയിൽ 2022-23 കാലഘട്ടത്തിൽ അതായത് നെതന്യാഹുവിൻ്റെ മേലുള്ള കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്, 42% ആളുകളായിരുന്നു നോ കോൺഫിഡൻസ് അറ്റ് ഓൾ ഉള്ളത്. നെതന്യാഹുവായിട്ടുള്ള ഒരു ഇത് എത്രത്തോളമാണ് അമേരിക്കക്ക് അല്ലെങ്കിൽ റൈറ്റ് തിങ്കിങ് ഉള്ള ആളുകൾക്ക്, അതാണ് 42% ആയിരുന്നു അന്ന്. അതിപ്പം അവിടുന്ന് മാറിയിട്ട് 59% അത് കൂടിയിട്ടുണ്ട്. അതായത് നെതന്യാഹുവിൻ്റെ മേലുള്ള വിശ്വാസ്യത കുറവുള്ള ആളുകൾ. അതേ സ്ഥാനത്ത് തന്നെ സം കോൺഫിഡൻസ്, കുറച്ച് കോൺഫിഡൻസ് ഒക്കെ അയാളുടെ മേലുണ്ടായിരുന്ന ആളുകളുടെ കണക്ക് തന്നെ 31% ആണ്. ആ 31% ഇപ്പം കുറഞ്ഞിട്ട് 27% കുറയുക ചെയ്തിട്ടുള്ളത്. അതായത് ഇസ്രായേലിനെ പറ്റിയും സെയിം അതേ സ്ഥാനത്ത് നെതന്യാഹുവിനെ പറ്റിയുള്ള അമേരിക്കക്കാരുടെ ഇടയിലുള്ള ആ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു മതിപ്പ് എത്രത്തോളം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഈ ഒരു കണക്ക് കാണിക്കുന്നത്. ഇതിൽ മാത്രമല്ല, അങ്ങനെ ഒരുപാട് എന്താ പറയുക, ദ ഗാർഡിയനിൽ ജൂൺ 26 ഈ റിപ്പോർട്ട് പുറത്തു വെച്ചിട്ടുണ്ട്. ഈ ടക്കൽ കാൺസനും അതുപോലെ മെർജോറി ടൈലറും ഒക്കെ എന്തുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വിട്ടുപോയത്, അത് നമ്മളെ വീഡിയോ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അവരുടെ ചില ക്ലിപ്പുകൾ. അവരൊക്കെ ഭയങ്കരമായിട്ട് ഈ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആവുന്നതും എന്തുകൊണ്ട് നെതന്യാഹുവിന് എഗെയിൻസ്റ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ അമേരിക്കക്ക് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളാണ്. ഇപ്പം ഏത് രീതിയിലാണ് ഇസ്രായേൽ ഗസയിലും മറ്റ് സ്ഥലങ്ങളിലും ജനോസൈഡും കാര്യങ്ങളും കൊണ്ടുപോകുന്നതെന്നും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും കാണിച്ചിട്ടുണ്ട്. അത് ദ ഗാർഡിയനിൽ അതിൻ്റെ ഒരു റീസെൻ്റ്ലി ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി അതിൽ ഇപ്പം നമ്മൾ ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ സെംഫോറിലൊക്കെ വന്നിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻസിന് ട്രംപിന് നെതന്യാഹുവായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ടൈപ്പ് കംപ്ലീറ്റ്ലി അത് മാറിയിട്ടുണ്ട് എന്നുള്ള ചർച്ചകളും റിപ്പോർട്ടുകളും ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ മെയിൻ പത്ര ഏജൻസികളായിട്ടുള്ള ചില ആളുകളുടെ പഠന റിപ്പോർട്ടുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഞാനിത് കാണിക്കാനുള്ള കാരണം, ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്തോടെത്തുമ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഒറ്റപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ ഭൂരിഭാഗം ആളുകളും അതിൽ നിന്ന് മാറാനുള്ള ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ട്രംപിൻ്റെ ചില എന്താ പറയുക പല കച്ചവടങ്ങളും കാര്യങ്ങളും ഇസ്രായേലുമായിട്ടും നെതന്യാഹുമായിട്ടും ഇപ്പോഴും നടന്നു പോകുന്നതുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ പേടിയിൽ സത്യം പറഞ്ഞാൽ ഈ എപ്സ്റ്റീൻ ഫയലൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽ ഒരു എന്താ പറയുക ഒരു ഐസ്ബർഗിൻ്റെ ടിപ്പ് മാത്രമായിരിക്കും. അതിൻ്റെ താഴോട്ട് പല ഫയലുകളും പലതരത്തിലുള്ള കള്ളക്കച്ചവടങ്ങളും തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രംപിനൊന്നും ഇതിന്ന് ഇസ്രായേലിനെ വിട്ട് കംപ്ലീറ്റ്ലി ഊരിപ്പോരാൻ പറ്റാത്തത്. അത് ട്രംപ് മാത്രമല്ല, അമേരിക്കയിലൊരു ഗ്രൂപ്പ് ഓഫ് അമേരിക്കനെ കൺട്രോൾ ചെയ്യുന്ന, അവരുടെ രാഷ്ട്രീയം കൺട്രോൾ ചെയ്യുന്ന, അവരുടെ സാമ്പത്തികം കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഇസ്രായേലി ജൂതന്മാരവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ സമ്മർദ്ദം എപ്പോഴും ഇതിൽ കാണും. അതുള്ളതുകൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ നോർമൽ ജനത, അവിടുത്തെ യൂത്ത് ഭയങ്കരമായിട്ട് ഇതിനെതിരെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു വാർത്തയെന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അപ്പോൾ ഇന്ന് മാറ്റിവെച്ചിട്ടുള്ള ഈ ഒരു ടെക്നിക്കൽ റൗണ്ട് ഓഫ് ചർച്ച മറ്റന്നാൾ മറ്റൊരു രീതിയിലുള്ള ഒരു കംപ്ലീറ്റ്ലി സ്ട്രേറ്റ് ഓഫ് ഹോമോസിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാനുള്ള ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ ചില നല്ല കാര്യങ്ങൾ, നല്ല തീരുമാനങ്ങളൊക്കെ വരട്ടെ. നമുക്കും നമ്മുടെ ഇന്ത്യക്കാർക്ക് അടക്കമുള്ള സകല ലോകരാജ്യങ്ങൾക്കും അതായിരിക്കും നല്ലത്. കാത്തിരുന്ന് കാണാം. പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.